ജില്ലാ കളക്ടർ ബി.ആർ. കൃഷ്ണതേജിയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കളക്ടർ പോകുന്നത്. കുന്നംകുളം ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകൾ വിഭജിച്ച് പുത്തൂരിലും പെരുമ്പിലാവിലും പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണമെന്ന് സിറ്റി പോലീസ് അസോസിയേഷൻ. ഇത് സംബന്ധിച്ച പ്രമേയം സമ്മേളനത്തിൽ പാസാക്കി അസോസിയേഷൻ. മുള്ളൂർക്കര കൊടൈക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ തുരുത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം പ്രത്യേക റാമ്പ് സൌകര്യം ഏർപ്പെടുത്തും. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം, 20,000 രൂപ കവർന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ കോൺക്രീറ്റിംഗ് നാളെ വീണ്ടും തുടങ്ങും. പൂശിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജിയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 3 വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കൃഷ്ണതേജ് പോകുന്നത്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ ചുമതലയാണ്. പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൃഷ്ണതേജിയെ പരിഗണിക്കാൻ കാരണം. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണതേജ 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. തൃശൂർ സബ് കളക്ടർ, ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൃശൂരിൽ കളക്ടറായി എത്തിയത്. കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കിയ കൃഷ്ണതേജിയുടെ പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണതേജ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. തൃശൂർ കളക്ടറായി 20 മാസം പൂർത്തിയാകുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതല ഒഴിഞ്ഞ് കേരളം വിട്ട് ആന്ധ്രയിലേക്ക് പോകുന്നത്. കേരള പോലീസ് ഇന്ത്യയിലെ പോലീസ് സേനയ്ക്കാകെ മാതൃകയാണെന്നും സേനാംഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം പോലീസ് സേനയുടെ സാമൂഹിക ഉത്തരവാദിത്വം മറന്നുപോകാൻ പാടില്ലെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റിയുടെ 34ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പോലീസ് സേനയുടെ സാമൂഹിക ഉത്തരവാദിത്വം മറന്നുപോയാൽ അത് നമ്മുടെ നാടിന് വലിയ ആപത്താണെന്നും ചില ആളുകൾ ചെയ്യുന്ന പാപഭാരം മുഴുവൻ എല്ലാവരെയും ബാധിക്കുമെന്നും അത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും MP അഭിപ്രായപ്പെട്ടു. പോലീസ് സേനയ്ക്കുള്ളിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അസോസിയേഷൻ ഗൌരവമായി ചർച്ച ചെയ്യണമെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത P. ബാലചന്ദ്രൻ MLA പറഞ്ഞു. തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് ലയൺസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സിറ്റി പ്രസിഡന്റ് KC ബൈജു അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ആൾ ഇളങ്കോ, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K. നായർ, അസോസിയേഷൻ തൃശൂർ സിറ്റി ജോയിന്റ് സെക്രട്ടറി KP വിനോദ് കുമാർ, സ്വാഗത സംഘം കൺവീനർ AC ഷാഹുൽ ഹമീദ്, KP വിനോദ് കുമാർ, ACPമാരായ K. സുദർശൻ, CR സന്തോഷ്, C. സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി ജില്ലയിലെ കുന്നംകുളം, ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകൾ വിഭജിച്ച് പുത്തൂരിലും പെരുമ്പിലാവിലും പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, മുടങ്ങിക്കിടക്കുന്ന DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കഴക്കൂട്ടം സൈനിക സ്കൂൾ മാതൃകയിൽ പോലീസ് അക്കാദമി ആസ്ഥാനമാക്കി പോലീസ് സ്കൂൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ പ്രമേയവും സമ്മേളനം പാസാക്കി. മുള്ളൂർക്കര കൊടൈക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത്. 2 ഏക്കർ കൃഷിയിടത്തിലെ തെങ്ങ്, കവുങ്ങ്, നേന്ത്രവാഴ ഉൾപ്പെടെയുള്ളവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനകളെ തുരുത്തിയത്. പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന രഘുനാഥ് രാഗേഷ് എന്നീ യുവ കർഷകരുടെ ഓണത്തിന് വിളവെടുക്കേണ്ട ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കർഷകരുടെയും മേഖലയിലെ താമസക്കാരുടെയും ആശങ്കകൾ പരിഹരിക്കുവാൻ ഘട്ടം ഘട്ടമായി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ നടപ്പാക്കി വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വ്യക്തമാക്കി. ജനവാസ മേഖലയിലെത്തുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ അധികൃതർ ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാർഡിലെ കൊടക്കാടിക്കാവ് പ്രദേശത്ത് ഇന്നലെ കാട്ടാന ഇറങ്ങി
ധാരാളം നേന്ത്രവാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സമീപ പ്രദേശത്ത് തന്നെ തെങ്ങുകളും അതുപോലെ കവുങ്ങുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വളരെ ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ കാട്ടാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ട് നടപടികളൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ അടുത്ത് തന്നെ നമുക്ക് ഘട്ടം ഘട്ടമായി അതിനുള്ളൊരു പ്രതിവിധി കണ്ടെത്തി തീരും. എങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനവാസമുള്ള മേഖലയായതുകൊണ്ട് ആളുകൾക്കും വളരെ ഭീതിയുണ്ട്. അപ്പോൾ വളരെ സമുചിതമായി നമ്മളുടെ ഈ കാട്ടാന ശല്യം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും നമ്മുടെ ഈ പ്രദേശത്ത് വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പ്രതിവിധിയായി നമ്മൾ സോളാർ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്ക നമുക്ക് മാറ്റാൻ കഴിയൂ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിക്കും. ഗണപതി ഹോമക്കൂട്ടിന് 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിക്കും. തുടർന്ന് 6:45 ദീപാരാധന തുടങ്ങും. രാവിലെ 9:30 ആനയൂട്ട് ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും. ആനയൂട്ടിന് 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകൾ ആക്കും. കൂടാതെ പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങൾ കൂടി നൽകും. കൂടാതെ ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും നൽകും. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരം വഴി ആനകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. 70ഓളം ആനകൾ ഊട്ടിൽ പങ്കെടുക്കും. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും 10ഓളം ആനകൾ പങ്കെടുക്കും. ആനകളെയും ഭക്തരെയും വേർതിരിക്കാൻ പ്രത്യേക ബാരിക്കേഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം റാമ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ 10,000 പേർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം, 20,000 രൂപ കവർന്നു. കട തുറക്കാനെത്തിയ ജീവനക്കാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ നാണയങ്ങൾ ഉൾപ്പെടെയുള്ള 20,000 രൂപയാണ് കവർന്നത്. കടയുടമ കൂരിക്കുഴി സ്വദേശി കണക്കാട്ട് കൃഷ്ണന്റെ പരാതിയിൽ കയ്പമംഗലം പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിൽ ഞായറാഴ്ച മുതൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ റോഡിന്റെ ഒരു ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്യുക. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഊരകം സെന്ററിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ചേർപ്പിലെത്തി പെരുമ്പിളിശ്ശേരി വഴി പോകണം. തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലുള്ള റോഡ് മാർഗം പോകേണ്ടതാണ്. ഒല്ലൂർ ആനക്കല്ല് ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരുവുള്ളക്കാവ് കിഴക്കേ നട വഴി കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിലേക്ക് കയറണം. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇരിങ്ങാലക്കുട കൊരിമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ 20 വയസ്സുള്ള ഹരികൃഷ്ണന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇല്ലിക്കൽ ഡാം പരിസരത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. പുഴയിൽ വീണ് കിടന്നിരുന്ന മരച്ചിലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രി സുഹൃത്തുക്കൾക്ക് ഫോണിൽ സന്ദേശം നൽകിയാണ് യുവാവ് കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത്. ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ ടീം 3 ദിവസമായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂരിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് ഹരികൃഷ്ണൻ. തൃശൂർ നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് QR കോഡ് സംവിധാനം നടപ്പാക്കി നഗരത്തിലെ ഓട്ടോകളുടെ കള്ള പെർമിറ്റ് തടയണമെന്ന് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ആവശ്യപ്പെട്ടു. ഓട്ടോറിക്ഷകൾക്ക് QR കോഡ് സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനം 1.5 വർഷം മുമ്പ് ജില്ലാ കളക്ടറുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ട്രേഡ് യൂണിയന്റെയും സാന്നിധ്യത്തിൽ നടന്നിട്ടും ഇതുവരെയും തുടർ പ്രവർത്തികൾ നടത്തിയിട്ടില്ലാത്തതാണ്. ഇതുമൂലം വ്യാജ പെർമിറ്റ് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുകയും പെർമിറ്റുള്ള തൊഴിലാളികളുടെ ഉപജീവന മാർഗം ദുസ്സഹമാവുകയും ചെയ്യുകയാണെന്നും BMS തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് പറഞ്ഞു. ജില്ലാ കാര്യാലയത്തിൽ നടന്ന യൂണിയൻ ഭാരവാഹി യോഗത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ KA മാത്യൂസ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി VG ഗിരീഷ്, KA ജലതിലകൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് കോട്ടപ്പുറം മരമില്ലിന് സമീപം ബസ്സും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി മതിലിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ടാക്സി ഡ്രൈവർ തിരുവത്ര പുത്തൻപുരയിൽ അബ്ദുൾ അസീസ്, ബസ് യാത്രികൻ ആലുപ്പടി സ്വദേശി അനയകൃഷ്ണ എന്നിവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സും ചാവക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോ ടാക്സിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ചേലക്കര പങ്ങാരപ്പിള്ളിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പുള്ളിമാൻ ചത്തു. ഒരു മാനിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് അയച്ചു. കണ്ണംകുളം പ്രദേശത്തെ ജനവാസ മേഖലയിലെത്തിയ മാനുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. കുളത്തിൽ ചത്തുകിടന്ന മാനിനെ എളനാട് നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി എടുത്തുകൊണ്ടുപോയി. കൊടുങ്ങല്ലൂരിൽ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ 4 വിദ്യാർത്ഥികൾ ബോധരഹിതരായി. പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത്. മറ്റ് ചില കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതോടെയാണ് കുട്ടികൾ ബോധരഹിതരായി വീണത്. ആദ്യം 3 വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത്. ഇവരെ അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇതിനിടയിലാണ് മറ്റൊരു പെൺകുട്ടി കൂടി ബോധരഹിതയായത്. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതാണെന്നാണ് സൂചന. കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ ബോധവൽക്കരണം നടത്തുമെന്ന് PTA പ്രസിഡന്റ് TA നൌഷാദ് പറഞ്ഞു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ഇന്നലെ രാത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് സംഭവം. ചേലൂർ സ്വദേശിയായ ഗീതാ രവിയുടെ മാലയാണ് പൊട്ടിച്ചത്. വൈദ്യുതി പോയ സമയത്താണ് മോഷ്ടാവ് മാല പൊട്ടിച്ചോടിയത്. ഏതാനും സമയത്തിനു ശേഷം ദേവസ്വം ഓഫീസിന് സമീപത്തായി ബോധരഹിതനായി കയ്യിൽ മാലയോടെ മോഷ്ടാവിനെ നാട്ടുകാർ കണ്ടെത്തി. ചെമ്മണ്ട സ്വദേശി മണികണ്ഠനെയാണ് അവശനിലയിൽ കണ്ടെത്തിയത്. പോലീസെത്തി മോഷ്ടാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തൂർ റോഡ് വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തുനിന്ന് പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ലാത്തത് തിരിച്ചടിയാകുന്നു. കുട്ടനല്ലൂർ ഓവർ ബ്രിഡ്ജ് മുതൽ പുത്തൂർ പയ്യപ്പള്ളി മൂല വരെയാണ് റോഡ് വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്ത് പൊളിച്ചു നീക്കം നടത്തുന്നത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ മതിലുകളും കടകളുടെ ഭാഗങ്ങളുമാണ് പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാറുകാർ തയ്യാറാകാത്തതുമൂലം വിഷയം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. പുത്തൂർ സെന്റർ വികസനത്തിന് 47.3 കോടിയുടെ പദ്ധതിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ പലർക്കും നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം പുറമ്പോക്ക് ഭൂമി അളക്കാതെയാണ് സ്ഥലം ഏറ്റെടുത്തതെന്ന് ആക്ഷേപം ഉന്നയിച്ച ചില വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കുട്ടനല്ലൂർ ബൈപ്പാസ് മുതൽ പയ്യപ്പള്ളി മൂല വരെയുള്ള 3.5 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡ് 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മാണം നടത്തുന്നത്. ന്യൂഡൽഹി സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ഭാരത് സേവക് ബഹുമതി ഡെന്നി പാർലിക്കാടിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സെൻട്രൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ പുരസ്കാരം ഡെന്നി പാർലിക്കാടിന് നൽകി. 25 വർഷത്തെ വീഡിയോഗ്രാഫി രംഗത്തുള്ള ഡെന്നി പാർലിക്കാട് നിരവധി ഷോർട്ട് ഫിലിം, മെഗാ സീരിയൽ, ഡോക്യുമെന്ററി, മ്യൂസിക്കൽ ആൽബം തുടങ്ങിയ മേഖലയിൽ നൽകിയ സംഭാവനയ്ക്ക് ഡോക്യുമെന്റേഷൻ വിഭാഗത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. നിലവിൽ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും വെഡ്ഡിംഗ് രംഗത്തും സജീവമാണ്. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വയൽക്കിളികൾ, ആൾരൂപം എന്ന മെഗാ സീരിയലുകളുടെ ക്യാമറാമാനാണ്. സംയോജിത പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി വെട്ടിക്കുഴി ചൂളക്കടവ് റോഡ് 2 കൈയിലേക്ക് തുറന്നു നൽകണമെന്ന് നാട്ടുകാർ. ചൂളക്കടവിലെ ജനങ്ങൾക്ക് ബസ് കിട്ടുന്നതിന് വെട്ടിക്കുഴിയിലോ 3/4 കിലോമീറ്റർ ദൂരമുള്ള 2 കൈയിലോ എത്തിച്ചേരണം. ചൂളക്കടവിൽ നിന്ന് 2 കൈ വരെ നടവഴിയുണ്ടെങ്കിലും ഫോറസ്റ്റ് വക ഭൂമിയായതിനാൽ ഇതിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ്. മലയോരത്തെ സ്ഥിര താമസക്കാരായ നാട്ടുകാർക്ക് ഈ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. 1987 ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 8 മീറ്റർ വീതിയിൽ റോഡ് ടാറിംഗ് ചെയ്തിരുന്നു.
കോടശ്ശേരി അതിരപ്പള്ളി പഞ്ചായത്തിലെ ഗിരിജൻ കോളനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കൌൺസിൽ യോഗം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ, പത്മിനി ഈയച്ചേരി, അഡ്വക്കേറ്റ് സുജാത വർമ്മ, കൈമൾ കരുമാടി, കെ എ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മേലൂർ പാലപ്പള്ളി പുഷ്പഗിരി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത എംപിയുടെയും എംഎൽഎയും അനാസ്ഥയ്ക്ക് എതിരെ സിപിഐ പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വാസന്തി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു തൂപ്രത്ത്, AIYF ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് PC സജിത്, KS സുനേജ്, ഗീത, ശശി തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃയോഗം അയ്യന്തോളിൽ നടന്നു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലജി വിജയൻ, സംസ്ഥാന കോർഡിനേറ്റർ PR സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രാദേശിക മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പത്രവാർത്തയ്ക്ക് മാധ്യമം പത്രത്തിന്റെ കൊച്ചി വൈപ്പിൻ ലേഖിക ഹസീന ഇബ്രാഹിമും, മികച്ച ടെലിവിഷൻ വാർത്തയ്ക്ക് റൈറ്റ് വിഷൻ ചേലക്കര റിപ്പോർട്ടർ PV സമീറും അർഹനായി. ആഗസ്റ്റ് 5-ന് കുന്നംകുളം ബദനി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി, സെക്രട്ടറി MM മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മേലൂർ പാലപ്പള്ളി പുഷ്പഗിരി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്ത MPയുടെയും MLAയുടെയും അനാസ്ഥയ്ക്കെതിരെ CPI പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം വാസന്തി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു തൂപ്രത്ത്, AIYF ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് PC സജിത്, KS സുനേജ്, ഗീത ശശി, സന്ധ്യ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിദ്യാർത്ഥി ജനത ജില്ലാ കൺവെൻഷൻ ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി ജനത ജില്ലാ പ്രസിഡന്റ് സ്റ്റെബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യുവജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി P നൌഫൽ, വിദ്യാർത്ഥി ജനത സംസ്ഥാന ട്രഷറർ SV ഹരിദേവ്, യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് 151 നമ്പർ അമ്പലനട അംഗനവാടിയിലെ കുഞ്ഞുകൈകൾ വിത്തുപന്തുകൾ എറിഞ്ഞു. വികസന സമിതി അംഗം രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി അധ്യാപിക K ഭാർഗവി അധ്യക്ഷത വഹിച്ചു. സുജാത, രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ MG നാരായണൻ വരച്ച താണിക്കുടത്തമ്മയുടെ ഫോട്ടോയുടെ സമർപ്പണം നടന്നു. 1987-ൽ മണ്ഡലകാലത്ത് വരച്ച ചിത്രം ക്ഷേത്ര പുനർനിർമ്മാണ കാലത്ത് നഷ്ടമായെങ്കിലും ഭക്തനായ S നാഗമാണിക്യം പുതിയ ചിത്രം സമർപ്പിക്കുകയായിരുന്നു. ക്ഷേത്ര മേൽശാന്തി കോശേരി വാസുദേവൻ നമ്പൂതിരി നേത്രോന്മീലനം നിർവഹിച്ചു. ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് CS സന്തോഷ്, സെക്രട്ടറി S അജയ്കുമാർ, ദേവസ്വം ഓഫീസർ NK പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ കാർമ്മികത്വം വഹിക്കും. രാത്രി 10-ന് അമ്പ് വള എഴുന്നള്ളിപ്പ് സമാപനവും തുടർന്ന് വർണ്ണമഴയും മെഗാ ബാൻഡ് മേളവും നടക്കും. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ മലിനജലം രൂപപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ FITU ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി.
ശക്തൻ പച്ചക്കറി മാർക്കറ്റിന് സമീപം കൊതുകുകൾ വളരുന്നതിന് ഇടയാക്കുന്ന തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിൽ കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് അധികാരികൾ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂണിറ്റ് പ്രസിഡന്റ് PM ഷാജഹാൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. കുന്നംകുളം നഗരസഭയിലെ വിവിധ വാർഡുകളെ ഉൾപ്പെടുത്തി സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആർത്താറ്റ് ഹോളി ക്രോസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിതു കെ തമ്പി, ഡോക്ടർ ഗ്രേസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയുടെ സംസ്ഥാന സർഗോത്സവത്തിന്റെ ഭാഗമായി 2 ദിവസമായി നടക്കുന്ന ജില്ലാതല കലോത്സവം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സർഗാത്മക പ്രവർത്തകർക്ക് മാനവ സൌഹാർദ്ദവും സാമൂഹിക സുരക്ഷയുമാണ് വലുതെന്നും അവർ കലാപങ്ങളിൽ ഉണ്ടാകാറില്ലെന്നും MLA പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ CK രവി, ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ AD രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാട്ടുകര ദി നാഷണൽ പബ്ലിക് ലൈബ്രറിയുടെ വായനാപക്ഷാചരണ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് റീഡിംഗ് തിയേറ്റർ അവതരണം അരങ്ങേറി. നിരൂപകൻ VU സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് CD ജോസ് അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TC മോഹനൻ, എഴുത്തുകാരൻ ഷിനോദ് എളവള്ളി, PM ജോസഫ്, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വായനാപക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ എന്റെ പ്രിയ പുസ്തകം റീൽസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മരണപ്പെടുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കുടുംബത്തിന് നൽകുന്ന ആശ്വാസ നിധി പദ്ധതിക്ക് എളവള്ളി പഞ്ചായത്തിൽ തുടക്കമായി. സംസ്ഥാനത്ത് ആദ്യമായി എളവള്ളി പഞ്ചായത്തിലാണ് ആശ്വാസ നിധി പദ്ധതി സംരംഭിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ R രാകേഷ് കുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ KD വിഷ്ണു, TC മോഹനൻ, PM അബു, രാജി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ജനറൽ ബോഡി യോഗം തൃശൂരിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന യോഗം വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഉസ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൺവീനർ MS അനിൽകുമാർ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഷൈജു ചാലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV റഫീഖ്, വാലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി, സ്കൂൾ മാനേജർ NV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ET ടൈസൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM കരീം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ NR ഹർഷകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണം നടത്തി. സ്കൂൾ NSS യൂണിറ്റിന്റെയും മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പാവന റോസ്, കരുണം ട്രസ്റ്റ് ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, N നന്ദകുമാർ, പ്രോഗ്രാം ഓഫീസർ സെസി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്നേഹ മ്യൂസിയം ആർട്ട് മ്യൂസിയം ഓഫ് ലവ് എന്ന പേരിൽ കൊടകരയിൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സൃഷ്ടിച്ച 250ഓളം ചിത്രങ്ങൾ, ശില്പങ്ങൾ, സാഹിത്യകൃതികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും
ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ, പുരാണങ്ങളിലെ പ്രണയികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും അന്താരാഷ്ട്ര നിലവാരത്തിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, അഡ്വക്കേറ്റ് VP ലിസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. പൂക്കോട് കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിന്റെ മേളം അകമ്പടിയായി. അന്നദാനത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ക്ഷേത്രയോഗം പ്രസിഡന്റ് KP ലാൽകൃഷ്ണ, സെക്രട്ടറി MV സുരേഷ്, ട്രഷറർ VK സുനിൽ ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്ക് മാള പഞ്ചായത്ത് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണോദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസത്ത് ജലീൽ, ജയ ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, MU ബിനിൽ, പ്രീജ സലീം എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പള്ളിവളവ് ഗ്രാമ്യ സാംസ്കാരിക സംഘം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും വായനാ പക്ഷാചരണവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ അംഗം UK സുരേഷ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ഗ്രാമ്യ സാംസ്കാരിക സംഘം സെക്രട്ടറി KK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികൾക്ക് ഗ്രാമ്യ എഡ്യൂക്കേഷൻ അവാർഡ് വിതരണവും നടത്തി. വാണിജ്യം. മൊബൈൽ ഫോണുകളുടെ കമനീയ ശേഖരവുമായി മുല്ലശ്ശേരി പഞ്ചായത്തിലെ അന്നകരയിൽ വാഫി മൊബൈൽസ് ആൻഡ് ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ് പ്രവർത്തനമാരംഭിച്ചു. ഏതു ബഡ്ജറ്റിൽ ലഭിക്കുന്ന പ്രമുഖ കമ്പനികളുടെ ഫോണുകളുടെ വിപുലമായ ശേഖരവുമായാണ് വാഫി മൊബൈൽസ് അന്നകര സെന്ററിലെ മാധവ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മണലൂർ MLA മുരളി പെരുന്നെല്ലി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ബ്രാൻഡുകളിലുള്ള മൊബൈൽ ഫോണുകൾ, മൊബൈൽ ഫോൺ ആക്സസറീസ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രിയങ്കരമായ നിരവധി ബ്രാൻഡുകളിലുള്ള പെർഫ്യൂമുകൾ, വാച്ചുകൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശ്വസ്തയോടെ മൊബൈൽ ഫോണുകളുടെ ഡിസ്പ്ലേ മാറ്റിക്കൊടുക്കുന്നതും റിപ്പയർ ജോലികൾ ചെയ്ത് നൽകുന്നതുമാണ്. പലിശയില്ലാതെ തവണ വ്യവസ്ഥയിൽ മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭിക്കും. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, ജനപ്രതിനിധികളായ അനിത ഗിരിജാകുമാർ, മിനി മോഹൻദാസ്, VM മനീഷ്, TG പ്രവീൺ, ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, വാഫി ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ സജീവ് മാധവൻ, ഡയറക്ടർ മാളവിക സജീവ് തുടങ്ങിയവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബന്ധുമിത്രാദികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് മൊബൈൽ ഫോണുകൾ സമ്മാനമായി നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6720, പവന് 53760. വെള്ളി ഗ്രാമിന് 99, പ്ലാറ്റിനം ഗ്രാമിന് 3663 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കളക്ടർ പോകുന്നത്. കുന്നംകുളം ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകൾ വിഭജിച്ച് പുത്തൂരിലും പെരുമ്പിലാവിലും പുതിയ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണമെന്ന് സിറ്റി പോലീസ് അസോസിയേഷൻ. ഇത് സംബന്ധിച്ച പ്രമേയം സമ്മേളനത്തിൽ പാസാക്കി അസോസിയേഷൻ. മുള്ളൂർക്കര കൊടൈക്കാടിക്കാവ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ തുരുത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം പ്രത്യേക റാമ്പ് സൗകര്യം ഏർപ്പെടുത്തും. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം, 20,000 രൂപ കവർന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ കോൺക്രീറ്റിംഗ് നാളെ വീണ്ടും തുടങ്ങും. കുച്ചിനിപ്പാടം മുതൽ ഊരകം വരെയുള്ള റോഡിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.